അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്,
ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്, അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഗമന കാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയ നോമ്പ് കാലഘട്ടമാണിത്. ചെറിയ നോമ്പ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരണത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥിതിയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചനം വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അധപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത്. അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയണത്, നീ എവിടെ നിന്ന് അധപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും. ആദ്യത്തെ പ്രവൃത്തികൾ എന്ത് തന്നെ, വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും. അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം. സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചിട്ട് കാര്യമില്ല. അനുതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുന്നതിന്റെ ബേസ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ദൈവം എടുത്തു കളയും. പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കണില്ല എന്നല്ല പറയണത്. അവർ അനുതപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും. എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ച് കളയെന്ന് പറയുന്നില്ലേ? അത് ഈ വെളിപാടിൻ്റെ കൂടെ പറയണതാണ്. 2:5-6.
അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ട് വലിയ അനുതാപമില്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും. അനുതാപമില്ലാത്ത ആളില്ലേ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ തൻ്റെ ഭാര്യയൊക്കെ വീട്ടിലാക്കിയിരിക്കുകയാണ്, മറ്റ് പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ്, നിനക്കൊരു അനുതാപവുമില്ല, നീ വിശ്വസിച്ചൊരു കാര്യമില്ല. കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത്. അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം നിൻ്റെ ദീപപീഠം എടുത്തു മാറ്റും, വിശ്വാസം എടുത്തു മാറ്റും. ഇപ്പം ചില അണ്ണന്മാർ എനിക്കൊരു വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവൻ്റെ യുക്തിവാദം ക്യാമത്തൊന്നുമല്ല. ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്, പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീസ് നോട്ട് എലിജിബിൾ, അവൻ യോഗ്യനല്ലെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്, ആഗമനകാലം. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി, അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച്, അല്ലെങ്കിൽ 100 വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു, എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അക്സെപ്റ്റബിൾ അല്ല. സുവിശേഷത്തെ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണത്. വിശ്വസിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത്? അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട്. അല്ലാതെ നിനക്ക് വായി തോന്നിയ പോലെ വേളാങ്കണ്ണി പോയി ചില തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ്. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ ഒന്നെന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ അടിച്ചു മാറ്റി, എന്നിട്ട് നീ ഉപവസിച്ചാൽ ശരിയാവുക? അല്ല, അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു. ചിലപ്പോൾ നിൻ്റെ ജോലി വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം, എന്തും ആയിക്കോട്ടെ. ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്, ആ അവസ്ഥയെ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടേച്ചും നീ ബുധനാഴ്ച ഉപവസിച്ച് അതുപോലെ ശനിയാഴ്ച ഉപവസിച്ചാൽ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത് ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ചു വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ്, അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ, അനുതാപം വേണമെങ്കിൽ, ആ ഒരു സത്യസന്ധമായ മനസ്സിന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ്. അതാണ് ഈ 11-18 നടപടി പുസ്തകം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. നടപടി പുസ്തകം 11-18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം. പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കമുള്ള ഹൃദയം വേണം. ഈ ഒരുക്കം അതെന്നുവെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം, ഒരുക്കമുള്ള ഹൃദയം. അതും ആരാണ് തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. ചൊവ്വാഴ്ചത്തെ സങ്കീർത്തനം 110-32 ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത്. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും.
ഐ വിൽ മൂവ് ത്രൂ ദി വെർഡിക്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം. കൽപ്പനകൾ പാലിക്കുകയല്ല, കൽപ്പന പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല. അത് ദൈവം തരുമ്പോഴാണ് തീഷ്ണത ഉണ്ടാകുന്നത്. ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. വലിയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുന്നതിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ആഗമനകാലം നല്ലൊരു ക്രിസ്മസായി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. എൻ്റെ പേര് ലിൻഡ, കോഴിക്കോട് പാറവപ്പടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി പറഞ്ഞിട്ട്. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ 3ാമത്തെ കുഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ്സ് ഉണ്ടായിരുന്നു. ഒരു ആംപ്ലിക്കേറ്റഡ് ഹെർണിയ ഉണ്ടായിരുന്നു, 3 സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം ഉടമ്പടി തൈലം വെച്ച് ഞാൻ വയറിൽ പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു. വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ കുഞ്ഞിനെ നീ തന്നതാണെങ്കിൽ എനിക്ക് നീ തരണമെന്ന്. പിന്നെ 7ാം മാസത്തിലും ഞാൻ ഉടമ്പടി പുതുക്കി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവം എനിക്കായി തന്നിട്ടുണ്ട്, ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കുഴപ്പവുമില്ലാതെ പരിശുദ്ധ മാതാവ് സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ ആദ്യമായി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഉടനോളം മാതാവിൻ്റെ സംരക്ഷണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടെ പുറത്ത്, ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാണ്. ഞാനൊരു ലബോറട്ടറി ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊരു 25ഓളം 3 വർഷമായിട്ട് ഞങ്ങൾ പ്രയത്നിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 25ഓളം ഏജൻസിയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും പല ഏജൻസിയും ഫേക്കായിട്ടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. കാരണം ഒരുപാട് തടസ്സങ്ങളാണ് മുന്നിൽ വരുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ 2 സർട്ടിഫിക്കറ്റുകൾ മിസ്സിങ് ആയിരുന്നു. അപ്പം എൻ്റെ പാസ്പോർട്ടിന് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പം ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ധൈര്യമായി പൊക്കോളൂ, എല്ലാം മാതാവ് നോക്കിക്കൊള്ളൂ എന്ന്. അങ്ങനെ ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്ത് ഒരു 3ാമത്തെ ഉടമ്പടി തീരുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ മാതാവ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ എത്രയോ കാലമായിട്ട് പരിശ്രമിക്കുന്നതാണ് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഒന്നും എവിടെയും എത്തിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് കേട്ടു. ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് 2 മാസത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊറിയറായി കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ ജൂലൈ മാസം ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് പുറത്ത് പോകണം, കാരണം സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ 2 പേരുടെ ജോലിയിലൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളുണ്ട്. അപ്പോൾ പിന്നെയും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഈ ജൂലൈ മാസം ഞങ്ങൾക്കൊരു ഫ്രണ്ട് വഴി ഒരു ഏജൻസി ആയിട്ട് പരിചയപ്പെട്ടു. അപ്പം നമുക്ക് തോന്നി അവരുമായിട്ട് ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി തരണേ. പക്ഷേ എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞു, അവൻ സ്പിരിച്വലായിട്ടൊക്കെ കുറച്ച്, ചേച്ചി ഒരിക്കലും മാതാവിനോട് ചോദിച്ച് വാങ്ങരുത്, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും. അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ മാറ്റി, മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വചനം, ഏറ്റവും സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ജെറേമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എല്ലാവരോടുമായിട്ട് ഞാൻ പറയണം, നമുക്ക് എത്ര വേദനയുണ്ടെങ്കിലും ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് മാത്രം, ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല. ഈ വചനം എൻ്റെ മനസ്സിൽ എഴുതി ഇവിടെ പറയുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ ക്യാച്ച് ചെയ്യുമായിരുന്നു. കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ അച്ഛൻ പറയുന്ന എല്ലാ മെസ്സേജുകളും നോക്കി അതിന് മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി ഈ ഏജൻസിയെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കൺവിൻസ് ആകാൻ തോന്നി. അപ്പോൾ ആദ്യമായി ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2 പേരും ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് കൗൺസിലറെ കണ്ട് എല്ലാം അവർക്ക് മാതാവിനും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ എല്ലാം ഓക്കെ ആയി. ഏജൻസിയെ നിങ്ങൾ നോക്കുക, ബാക്കി ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഓഗസ്റ്റ് മാസം പ്രോസസ്സിങ് തുടങ്ങി.
അവർ പറഞ്ഞു ഒരു മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം വിസ വരും. അവരുടെ കയ്യിലല്ല, അവർ പരമാവധി നോക്കാം. അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി. ഈ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുന്നപ്പം ഈ നവംബർ മാസം എൻ്റെ മനസ്സിലിങ്ങനെ എല്ലാവരും നമ്മളെ കളിയാക്കും, എത്ര കാലമായി പുറത്തേക്ക് പോകാൻ നോക്കുന്നു, എന്നിട്ട് നിങ്ങൾക്കൊന്നും ആയിട്ടില്ലേ? അപ്പോൾ കൂട്ടുകാരും എല്ലാവരും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നല്ല വിഷമങ്ങളുണ്ട്. നമ്മളെ മറ്റുള്ളവരും എല്ലാം കളിയാക്കാറുണ്ട്, എത്ര കാലമായി നിങ്ങൾ പരിശ്രമിക്കുന്നു, കൃപാസനത്തിൽ എത്ര തവണ പോയി, എന്നിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ലേ? എന്നിട്ടും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമേ. ഇവിടെ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപമാലയിൽ ഞാൻ വന്നു, വെളുപ്പിന് 3:30 വന്ന് ഇവിടെ അഖണ്ഡ ജപമാല തീരുന്നത് വരെ അത്ര ഇതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് പോണേന്നൊന്നുമല്ല, എന്താണോ ഈശോയുടെ തിരുവിഷ്ടം അത് ഞങ്ങളിൽ നിറവേറണേന്ന് മാത്രം പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് ഈ നവംബർ 27 ഏജൻസിയിൽ നിന്ന് വിളിച്ചു, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മാർച്ച് എന്നുള്ളത് നമുക്ക് നേരത്തെയാണ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനൊരു ഡേറ്റ് ഇട്ടു, മാതാവേ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് ഡിസംബർ 7-ാം തീയതി. അന്ന് എനിക്ക് നീ എന്തെങ്കിലും ഒരു ആൻസർ തരണം, മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും എനിക്ക് പറയാൻ വേണ്ടി. അതുപോലെ തന്നെ 29-ന് എനിക്ക് ചെന്നൈയിൽ വെച്ച് VFS ഉണ്ടായിരുന്നു. ആ VFSന് പങ്കെടുക്കുന്നതിന് നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ 2 നുള്ളു ഉപ്പെടുത്ത് എൻ്റെ പാസ്പോർട്ടിൽ, കാരണം അവർ കാണരുത്, അവർ കാണാതെ പാസ്പോർട്ടിനുള്ളിൽ വെച്ചു. ഞങ്ങൾ 12 പേര് VFS അറ്റൻഡ് ചെയ്തു. അതിൽ 2 പേർക്ക് മാത്രമായിട്ട് ഇന്നലെ എനിക്ക് വിസ വന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞു. കാരണം എനിക്ക് അത്രയ്ക്ക് അത്ഭുതമാണ്. കാരണം മാർച്ചിലേക്കെന്ന് പറഞ്ഞത് ഇത്ര അച്ഛൻ പറയുന്ന പോലെ ടൈം ഷോർട്ട് ചെയ്ത് എനിക്ക് വിസ വന്നു എനിക്ക് ഈ 25-നുള്ളിൽ എനിക്ക് ഇറ്റലിക്ക് പോവാൻ കിട്ടി. വർക്ക് വിസയിൽ എനിക്ക് പോകാൻ പറ്റി. എത്ര നന്ദി പറഞ്ഞാലും മാതാവിന് ഞാൻ എന്നിട്ട് ആരോടും പറഞ്ഞില്ല. ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം എൻ്റെ വീട്ടിലെ മക്കളോ ആരോടെങ്കിലും പറയുള്ളൂ എന്നുള്ള എൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഇന്നലെ ലീവ് അപ്ലൈ ചെയ്ത് ഞാൻ കയറി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം ആർക്കും പെട്ടെന്ന് വരാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഈ അൾത്താരയിൽ വന്ന് എൻ്റെ മാതാവ് എനിക്ക് തന്ന ആ സാക്ഷ്യം അറിയിക്കാനുള്ള അത്രയ്ക്ക് എനിക്കൊരു സന്തോഷമായിരുന്നു. ഞാനത് ഓപ്പൺ ചെയ്തില്ല, കാരണം എനിക്കിവിടെ വന്നിട്ട് ഇവരുടെ ബ്ലെസ്സിങ്സോടുകൂടി മാത്രം ഞാനത് ഓപ്പൺ ചെയ്ത് എൻ്റെ വിസ വന്നു. എനിക്ക് 28-ാം തീയതി എനിക്ക് ഇറ്റലിക്കുള്ള ടിക്കറ്റും ആയിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാൽ. അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ഇൻചാർജ്. അപ്പം എൻ്റെ അണ്ടറിൽ 20ഓളം സ്റ്റാഫുകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ എനിക്ക് എൻ്റെ മാതാവിനെ അറിയിക്കാനും, അവരെപ്പോഴും പറയും എന്ത് വന്നാലും ചേച്ചിയുടെ മാതാവ് നമ്മളെ കാത്തുകൊള്ളും, എന്ത് കാരണം വന്നാലും. അപ്പോൾ എനിക്ക് അത്രയൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് മറ്റുള്ളവരോർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി, ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ആ ചേച്ചി 1 മാസത്തിനുള്ളിൽ ചേച്ചി പ്രതീക്ഷിക്കാതെ UK വിസ കിട്ടി പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ സിസ്റ്റർമാരെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും രാവിലെ ഞാൻ ചെയ്യാറുണ്ട്. പാവപ്പെട്ട രോഗികളായിരിക്കും, അവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ക്യാഷായിട്ട് എനിക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ അവർ ഒരുപാട് എനിക്ക് ഏറ്റവും മീൻസ് അവർക്ക് ഭയങ്കര പേടി മരണചിന്തയൊക്കെ വരുമ്പോൾ എനിക്ക് അവർക്ക് പോസിറ്റീവായിട്ട് എനർജി കൊടുക്കാൻ പറ്റും. പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മാറി. എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ സ്റ്റാഫുകൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ പറ്റാത്തത്, അതൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി. പിന്നെ ഭയങ്കര സ്വാർത്ഥതയായിരുന്നു, അതൊക്കെ മാറി. എന്താണോ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അത് മാത്രം മതി. വീട്ടിലാണെങ്കിലും എല്ലാവരോടും എളിമയോടും നന്നായിട്ട് പെരുമാറാൻ പഠിച്ചു. പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ 91 സങ്കീർത്തനം വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അരമണിക്കൂർ ബൈബിൾ വായിക്കും, എങ്കിലും 91 സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. എൻ്റെ 3 മക്കൾക്ക് നെറ്റിയിൽ, ഭർത്താവിനും നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ കിടക്കാറുള്ളൂ. എല്ലാവരും കൃപാസനത്തിന്. എൻ്റെ മോള് 10-ൽ ഈ വർഷം പരീക്ഷ എഴുതുകയാണ്. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി പഠിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട, അമ്മ എനിക്ക് പഠിക്കാൻ നല്ല മനസ്സ് തോന്നാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എങ്കിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന്. കാരണം അവൾക്ക് ആ മടിയില്ലെങ്കിൽ അവൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ എൻ്റെ മക്കളെയും എനിക്ക് ആത്മീയമായിട്ട് വളർത്താൻ പറ്റി. ഞങ്ങളെല്ലാവരും എന്നും പള്ളിയിൽ പോകും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും.
പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 16 തിരുവചനമാണിത്. ഉടമ്പടി നമ്മെ തികച്ചും വ്യത്യസ്തമാക്കും. ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മളെ എല്ലാത്തിൽ നിന്നും, എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ലിൻഡസ് കറി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ലിൻഡയുടെ പ്രഗ്നൻസി പീരീഡിൻ്റെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റിയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് എല്ലാം മാറി നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചതെന്നും ജോലിയുടെ സാധ്യതകൾ പറ്റിയും 3 വർഷം 25ഓളം ഏജൻസികളെ സമീപിച്ച് ഈ തിരുവൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരൻ എന്ന് പറയുന്നു. എൻ്റെ പേര് നിഷ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്നാണ്. ഇതെൻ്റെ ഭർത്താവ് അജയൻ, ഇത് മൂത്ത മകൻ അനന്തു, ഇത് അനൂപ് ഇളയാൾ. ഞാൻ 2023 ജനുവരി 7-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ആവമാദം എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ സ്റ്റെപ്പ് കയറാൻ മുകളിൽ പറ്റാത്തത് കൊണ്ട് എനിക്ക് പകരം ചേട്ടനാണ് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ആമവാദം എന്ന അസുഖം എനിക്കിവിടെ വന്ന സമയത്ത് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഞങ്ങളാ പള്ളിയിൽ നിന്ന് 50 പേര് ഇറങ്ങിയ ഒരു വണ്ടി ഇവിടെ വന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴെനിക്ക് ആ വണ്ടിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ നിന്ന് തുടങ്ങിയ ഛർദിൽ ഞാൻ ഈ കൃപാസന അമ്മയിലെ നട വരെ എനിക്ക് ഛർദിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മളിവിടെ വന്നപ്പോൾ 5 മണിക്കൂർ എടുത്ത് ഈ യാത്രാമധ്യം മൊത്തം എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. അങ്ങനെ എനിക്ക് ഈ സ്റ്റെപ്പ് കയറാനും അങ്ങനെ അവശതയായിരുന്നു. അങ്ങനെ എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ചേട്ട ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്കിപ്പം ആ അസുഖം മുമ്പത്തെക്കാട്ടി എനിക്ക് നല്ല സുഖമുണ്ട്. എനിക്ക് പിതാവിനും പുത്രനും പറയാൻ പറ്റൂല. അതുപോലെ തന്നെ എനിക്ക് ഒരുമാതിരിപ്പെട്ട ആഹാരമൊന്നും കഴിക്കാൻ പറ്റൂല, കാരണം ദഹിക്കൂല. അതുകൊണ്ട് അത് കഴിക്കാനും പറ്റില്ല. അപ്പം എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കാം, എല്ലായിടത്തും യാത്ര ചെയ്യാം, പിന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാം. പിന്നെ ഞാൻ ഇന്ന് ട്രെയിനിലാണ് ഇവിടെ വന്നത്. അതൊക്കെ എനിക്കിപ്പം ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ വീട്ടിൽ അടുക്കള ജോലി ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. എനിക്ക് ഒരു കുപ്പിയിൽ അടപ്പ് പോലും എനിക്ക് തുറക്കാൻ പറ്റില്ല. ഇവിടെ ഈ വന്ന സമയത്ത് 5 വർഷമായിരുന്നു അസുഖം വന്നിട്ട്. ഞാൻ ഈ മരുന്നിൻ്റെ പുറത്തായിരുന്നു എൻ്റെ ഒരു ജീവിതം എന്ന് പറയാം. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല അസുഖം മാറ്റമുണ്ട്. ഇപ്പം ഞാൻ മരുന്ന് അങ്ങനെ കഴിക്കില്ല. പക്ഷേ അഥവാ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ശകലം വേദന വരുമ്പോൾ ഒരു മരുന്നുണ്ട്, അത് കഴിക്കാം. അതും ഞാൻ ഇപ്പം പൂർണ്ണമായിട്ടും ഒഴിവാക്കും. കാരണം ആ സമയത്ത് ഉടമ്പടി വസ്തുക്കളായ തേനോ ഉപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് പ്രത്യക്ഷരണ പ്രാർത്ഥന പറയുമ്പം തന്നെ എനിക്ക് ആ ഒരു വേദന ആകും. അതുപോലെ തന്നെ കാലിൽ തരിപ്പ് വരും. അപ്പം ഞരമ്പൊക്കെ ഇങ്ങനെ തരിപ്പ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രത്യക്ഷരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഉപ്പും ഉടമ്പടി തൈലവും തേനും കൂടി ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ ചാലിച്ചിട്ട് തേച്ചങ്ങ് ഒഴിക്കുമ്പം തന്നെ ആ വേദനയെല്ലാം ഇതാന്ന് പറയുക മാറും. അങ്ങനെ എനിക്കിപ്പോൾ ആമവാദം അസുഖം പൂർണ്ണമായിട്ടും സുഖം നിന്ന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയാൻ, എൻ്റെ ഇളയ മകൻ SSLCക്ക് പഠിക്കുന്ന സമയത്ത് അവന് ഓണപരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ക്രിസ്മസ് പരീക്ഷ സമയത്ത് അവന് മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് അവർ സ്കൂളിൽ 3 ഗ്രൂപ്പായിട്ട് തിരിച്ച് ABC എന്ന് പറഞ്ഞ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനെ മീഡിയം പഠിക്കുന്ന ക്ലാസ്സായ C ഗ്രൂപ്പിലാണ് ആക്കിയിരുന്നത്. അപ്പോൾ ഇവന് ഭയങ്കര മാനസികമായിട്ടൊരു വിഷമവും, കാരണം ഇവൻ്റെ കൂട്ടുകാരൊക്കെ വേറെ ക്ലാസ്സിലൊക്കെ പോയപ്പോൾ ഇവന് ഒത്തിരി സങ്കടവും, കാരണം ഇവൻ അങ്ങ് ഉണങ്ങി എന്തെന്ന് പറയാം, എനിക്ക് അങ്ങനെ ഒരുമാതിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവന് ഭയങ്കര മാനസികമായിട്ടൊരു വിഷമവും അങ്ങനെയൊക്കെ. ഇനി SSLCക്ക് ചേട്ടൻ ഫുൾ A+ വാങ്ങിച്ചിട്ട് അനിയൻ ഫുൾ A+ വാങ്ങിക്കൂലി, അങ്ങനെയൊക്കെ ഒരിതായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബുക്കിലെഴുതി, എന്നിട്ട് അതിൽ 5 ഉടമ്പടി, നമുക്ക് 5 ഉടമ്പടി ഇങ്ങനെ എഴുതി വെച്ചിട്ട്, കാരണം ഞാൻ ഇത് ഇവിടെ വന്ന് ചേട്ടനാണ് കാശ് ഇത് പ്രത്യക്ഷീകരണ ഇത് എടുത്തിട്ടുള്ളത്, ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ അമ്മയിലെ മുമ്പ് ഈ നിയോഗം വെച്ച് 5 നിയോഗം വെച്ചിട്ട് ഞാനിങ്ങനെ എഴുതി. ആദ്യം 1ാമത്തെ നിയോഗം മോന് ഫുൾ A+ കിട്ടണമെന്നായിരുന്നു. 2ാമത്തെ നിയോഗം അവൻ പള്ളിയിൽ പണ്ട് നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പരീക്ഷയുടെ ആ മാർക്കിൻ്റെ കുറവൊക്കെ വന്നപ്പോൾ ഇവൻ ഒരിതായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി എല്ലാം ചെയ്യണമെന്ന് അങ്ങനെ ഇതായി. വീട്ടിൽ നല്ലൊരു മകനായിട്ട്, അമ്മയിൽ നല്ലൊരു മകനായിട്ട്, അങ്ങനെയൊക്കെ ഞാൻ 3-4 ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവന് ഫുൾ A+ കിട്ടി. പിന്നെ കാരണം ബാക്കിയുള്ളവർ അംഗീകരിക്കാതെ 3ാം സ്ഥാനത്തിടുന്നവൻ ഫുൾ A+ വാങ്ങിക്കുകയും, പക്ഷേ അവർ 1ാം സ്ഥാനത്ത് എല്ലാ ഫുൾ A+ വാങ്ങിക്കും എന്ന് കരുതിയ മക്കളാരും ഫുൾ A+ വാങ്ങിച്ചില്ല. പക്ഷേ അതൊക്കെ ഒരു അത്ഭുതം പോലെയാണ്, കാരണം ആർക്കും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരിതായിരുന്നു. അങ്ങനെ അമ്മ മാതാവ് അവന്
ഫുൾ A+ നൽകി അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഞാനിവിടെ വന്ന് 2023 നവംബർ 19 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് +1 ഭയങ്കര നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് +2 എനിക്ക് ഏകദേശം 80% പുറത്ത് മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് നഴ്സിങ്ങിന് പോകണമായിരുന്നു താല്പര്യം. അപ്പം ഞാൻ കുറേ കോളേജിൽ കൊടുത്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് 9 വർഷം കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയിൽ കയറണമെന്ന്. അപ്പം മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നു ആർമിയിൽ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ജൂണിൽ എക്സാമിന് പോകുന്ന മുമ്പ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നു. അപ്പോൾ അത് വെച്ചാണ് ഞാൻ എക്സാം എഴുതാൻ പോയി. 3 എക്സാം എഴുതി ഞാൻ 2 എണ്ണം പാസ്സായിട്ട് അപ്പോൾ അടുത്ത് എനിക്ക് ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നു. ഫിസിക്കൽ എനിക്ക് സെപ്റ്റംബറിലായിരുന്നു, സെപ്റ്റംബർ 13. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആഗസ്റ്റിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ഞാൻ അച്ഛനോട് കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അച്ഛൻ കാശ് രൂപവും തന്ന് അതിനും പോയി എല്ലാം പാസ്സായി. പക്ഷേ എനിക്ക് മെഡിക്കലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് നോക്കിയപ്പോൾ മെഡിക്കൽ എനിക്ക് കണ്ണിനും മൂക്കിൻ്റെ അതൊരു ബെൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി തൈലവും ഉപ്പും വച്ച് പ്രാർത്ഥിച്ച് മെഡിക്കലിന് പോയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, മെഡിക്കലും പാസ്സായി. അങ്ങനെ കഴിഞ്ഞ മാസം നവംബർ 21 എനിക്ക് റിസൾട്ട് വന്നു. അപ്പം എനിക്കിപ്പം ആർമിയിൽ ടെക്നിക്കൽ സെക്ഷനിൽ സെലക്ഷൻ കിട്ടി. ഞാൻ ഈ മാസം 24 മധ്യപ്രദേശിൽ ട്രെയിനിങ്ങിന് പോവുകയാണ്. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ കാട്ടാക്കട ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഇവിടെയെല്ലാം ഇപ്പം മാക്സിമം അന്ന് തന്നെ 3 സെറ്റ് പത്രം വാങ്ങിക്കും. അന്ന് തന്നെ കൊടുത്ത് തീർക്കാൻ നോക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് പത്രം കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലും അവിടെ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പാവങ്ങളെ, അത് എന്നതിലുള്ള സാമ്പത്തികം നമുക്ക് വളരെ കുറവാണെങ്കിലും എന്നാ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ നമ്മളെ അടുത്തൊരു പള്ളിയിൽ തന്നെ 50 കുട്ടികളുള്ള ഒരു ഓർഫണേജ് ഉണ്ട്. അവിടത്തേക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് മാസത്തിൽ ഒരു തവണയെങ്കിലും 10, 15, 5 ഇങ്ങനെ പൊതിച്ചോറുകൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ആത്മീയമായിട്ട് നമ്മളെ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് ഉള്ള ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പള്ളിയിൽ പോവും, തിരിച്ചു വരും. പക്ഷേ കൗൺസിൽ അംഗമായിട്ട് തിരഞ്ഞെടുത്തത് ഈ 2025 ശേഷമാണ്. ഞാൻ പള്ളിയിലെ ചർച്ച് കമ്മിറ്റിയിലും ഞങ്ങളുടെ BCC യൂണിറ്റിലെ 22 കുടുംബങ്ങൾ അടങ്ങുന്ന ആ ഇതിലെ ലീഡറും ആയി ഇപ്പോൾ എന്നെ പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 2 മാസത്തിൽ 2 പ്രാവശ്യം ഓരോ ഭവനത്തിലും വച്ച് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥന മുടങ്ങാതെ വരുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും 6 മണി എന്നുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ കുടുംബ പ്രാർത്ഥന തുടങ്ങിയിരിക്കും. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നല്ല രീതിയിൽ നടന്നു പോകണം. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാതാവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ നിങ്ങൾ പൂർണ്ണമായും രക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിന് മുമ്പ് എണീറ്റ് നടക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് ഇത്. 1, 2 പോലും പോകാൻ പറ്റൂലായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മക്കൾ കൊച്ചായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനേക ദിവസങ്ങൾ ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്നിട്ടാണ് രാവിലെ 6 മണി 7 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ 10 മിനിറ്റ് ഇടവിട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും പറ്റാതെ വന്നപ്പോൾ ഇവളെ വീട്ടിൽ 1 വർഷം ഇവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരുന്നു. ഒട്ടും എണീറ്റെന്ന് പറഞ്ഞാൽ കുരിശ് വരയ്ക്കാൻ പറ്റൂല. കുരിശ് വരയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ അങ്ങ് പോകും. കൈ ഇങ്ങനെ പോകും. ചോറ് വാരി തിന്നാൻ പറ്റുക, ചോറ് വാരുമ്പോൾ കൈ ഇങ്ങനെ പോകും. ആമ കൈ ഇങ്ങനെ ഇടുന്നത്. ഈ ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്നും മാതാവ് ഞങ്ങളെ കുടുംബത്തെ ഉയർത്തി. മാതാവിനും കോടാനക്കോടി നന്ദി. ഞാൻ ജോളി, ബോംബെയിൽ നിന്നും. ഞാൻ മർത്തോമ അംഗമാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 2021 നവംബർ 17 എൻ്റെ കണ്ണിന് ഭയങ്കര സുഖമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. എൻ്റെ ശാരീരികമായും ഞാൻ വിഷമിച്ചു. എനിക്ക് എന്താ അസുഖമെന്നറിയാതെ ഞാൻ മെഡിസിനുകൾ കൂടുതലായിട്ടെടുത്തു. എന്താണെന്നൊരു പ്രോബ്ലംസ് അറിയാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് മെഡിസിനൊക്കെ എടുത്തിട്ട് ഒരു എഫക്റ്റ് ഇല്ലാതെ ഞാനിങ്ങനെ എന്തോ ചെയ്യുമോ, ഇനി മരിക്കുമോ, ഇങ്ങനെ വയറ്റിൽ
ഭയങ്കര നീറ്റൽ, തലയ്ക്ക് നീറ്റൽ, കൈകാലുകൾക്ക് നീറ്റൽ, കൈവിരലിന് നീറ്റൽ, എല്ലാമായിട്ട് ഞാനിങ്ങനെ ഭയങ്കര പ്രോബ്ലത്തിൽ ഞാൻ കിടന്ന സമയത്ത് ഞാനിപ്പം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ തനിച്ച് കിടക്കുവാണ്. എൻ്റെ മോളൊക്കെ ഡ്യൂട്ടിയിലാണ്. ആ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ടി വി വന്നൊന്ന് ഓണാക്കിയപ്പോൾ അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണിന് പ്രോബ്ലം ഉള്ളവർ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും കണ്ണിന് സുഖം ഇല്ലായിരിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് അന്ന് തന്നെ ഒരു മൈൻഡിലൊരു ഇത് വന്നു, ഇനിയും കണ്ണിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ഈ പ്രോബ്ലംസൊക്കെ ഉണ്ടായേ, ഇനിയും കണ്ണ് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് വെച്ച് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. വലിയൊരു ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ കണ്ണിൻ്റെ 2 ഞരമ്പിൽ കൂടെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുവാണ്, 2 ദിവസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ, നീ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സ്കാനിങ് കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സ്കാനിങ്ങിന് എത്ര രൂപയാണ്? അപ്പോൾ 4500 രൂപ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. 4500 രൂപ ഇല്ലായിട്ടല്ല, പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ വഴിയൂടെ കയറി എൻ്റെ ബിൽഡിങ്ങിൽ വന്ന് ലിഫ്റ്റേ കയറി ഞാൻ മേളിൽ പോയിട്ട് ഞാൻ കുറേ അങ്ങ് കരഞ്ഞു. ഞാൻ അവിടെ കിടന്ന് എന്ത് ചെയ്യും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന സമയത്ത് പിന്നെ അച്ഛൻ്റെ ടോക്കിംഗ് ഒന്ന് കേൾക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയും വന്ന് ടി വി ഒന്ന് ഓണാക്കിയ പിന്നെയും അച്ഛൻ ഇത് തന്നെ പറയുന്ന റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ ടി വിയുടെ അടുത്തോട്ട് പോയി എൻ്റെ കണ്ണ് അച്ഛൻ്റെ കയ്യിലെയും കുരിശിൻ്റെ അവിടോട്ട് കണ്ണങ്ങ് പിടിച്ചു കഴിഞ്ഞ് എനിക്ക് തലയ്ക്കുള്ള നല്ലൊരു വെളിവും കണ്ണിനുള്ള ഒരു ആശ്വാസവും എന്തോ ഒന്ന് സംഭവിക്കാത്ത രീതിയിൽ എനിക്കങ്ങ് എന്തോ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ കണ്ടിന്യൂസ് അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് നൈറ്റിൽ മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകണം. അതെവിടാ മമ്മി ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു. ഞാൻ മോളോട് പറഞ്ഞു കൊടുത്തു ഇതുപോലൊക്കെയാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ, അവിടെ ഭയങ്കര സൗഖ്യങ്ങളാണ്, ഞാനൊന്ന് പോകണം എനിക്ക്. അപ്പം കുട്ടി പറഞ്ഞു എളുപ്പം എന്നാൽ മമ്മി ടിക്കറ്റ് എടുത്ത് പോയിക്കോ, മമ്മിയുടെ വിശ്വാസമല്ലേ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ ജനുവരി 22-ാം തീയതിയിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ വിട്ടു. ഇവിടെ വന്ന് ഉടമ്പടി വസ്തുവും മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. എന്നിട്ട് ഞാൻ മെഡിസിനാട്ടെ ഒരു ഗുളിയാട്ടെ ഒന്നുമേ എടുക്കാൻ പോയില്ല. എനിക്കൊരു വിശ്വാസമായി, അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി. എന്നിട്ട് ഞാൻ ആ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും, സ്വർഗ്ഗസ്ഥനായ പിതാവും കന്യ നിറഞ്ഞ മറിയമേയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കണ്ടിന്യൂസ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കുളിച്ചിട്ട് എണീറ്റ് വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് ഉടമ്പടി വസ്തു ഉപയോഗിച്ച് എനിക്ക് പിന്നെ കണ്ണിനൊക്കെ നല്ല സൗഖ്യം. എനിക്ക് ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് എനിക്ക് പിന്നെയും എൻ്റെ വീട്ടുകാർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ കണ്ണിന് കുഴപ്പം. ഞാൻ റിപ്പോർട്ട് കാണിച്ചു, ഇതൊക്കെയാണ് റിപ്പോർട്ട് അവിടെ തന്നെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒന്നും പ്രശ്നം ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. അവർക്ക് പിന്നെയും സംശയമായിട്ട് അവിടുത്തെ 1-2 ഡോക്ടർമാരെ അറിയാവുന്നതുകൊണ്ട് അവർ പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്ത് 7 മണിക്ക് പോയി ഞാൻ വൈകിട്ട് 4:30 ആകുന്നേരം വരെ അവിടെ കിടന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമേ ഇല്ല. അവർ പറഞ്ഞു നിനക്ക് തലവേദന വല്ലതും വരുവാണെങ്കിൽ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്തണം മതിയെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഭവ സാക്ഷ്യം. രണ്ടാമത്തേത് എനിക്ക് 6 ലക്ഷം രൂപ കടവുണ്ടായിരുന്നു. അത് ഞാൻ 3 ലക്ഷം രൂപ ലോൺ എടുത്ത് 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിപ്പോയി. എനിക്കത് അടയ്ക്കണമെന്നോ എനിക്ക് ഒന്നുമേ ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ അങ്ങനെ ഇരുന്നു. ജപ്തിക്കാർ വരുമ്പോൾ എന്നെ വിളിക്കും, ജപ്തിയാകാൻ പോകുന്നു എന്ന് പറയും. അപ്പം വീട്ടിലെല്ലാം നല്ല നല്ല പൊസിഷനിലുള്ളവരായും കൊണ്ട് അവർ നോക്കിക്കോളും എന്നുകൊണ്ട് ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കും, ഒന്നും അനങ്ങത്തില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ വീട്ടിൽ അല്ല ഞാൻ എൻ്റെ റിലേഷൻ്റെ ഒരിടത്ത് പറഞ്ഞു ഇതുപോലെ ജപ്തിയാകാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയുടെ സന്നിധാനത്തിൽ അമ്മയുടെ ഉടമ്പടി വസ്തു അമ്മയുടെ ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഈ കടത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ആ ജപ്തിയായ വസ്തുവിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഉപ്പിട്ട് വീട്ടിൽ കുരിശ് വരച്ചു. എന്നിട്ട് മുട്ടുമേൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 6 ലക്ഷം രൂപ എൻ്റെ വീട്ടുകാരെന്നെ ഹെൽപ്പ് ചെയ്തു. വീട്ടിൽ പറഞ്ഞാൽ റിലേഷനായവരെന്നെ ഹെൽപ്പ് ചെയ്തു. അതിനൊരു പലിശയില്ല, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്നൊരു സിസ്റ്റത്തിൽ എനിക്ക് ആ പൈസ തന്ന് ഹെൽപ്പ് ചെയ്തു. അതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയുടെ ഒരു അനുഭവമാണ്.
മൂന്നാമത് എൻ്റെ വസ്തുവെല്ലാം അളക്കാതെ കുറേ വർഷങ്ങളായിട്ട് അളക്കാനും പറ്റത്തില്ല. സഹോദരങ്ങൾ തമ്മിൽ ആരും അടുക്കത്തുമില്ല. വസ്തു കുറേ ഉണ്ട്, അത് അളക്കാനും പറ്റത്തില്ല, ആരോടും ഒന്നും പറയാനും പറ്റത്തില്ല. എന്നോട് മാത്രം ദേഷ്യമില്ല, അല്ലാത്തവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ്. ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അത് ഞാൻ അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ അമ്മയെ അങ്ങനെ എല്ലാവരും തുടങ്ങിയിരിക്കുവാണല്ലോ, ദേഷ്യപ്പെട്ടിരിക്കുവാണല്ലോ, വഴക്കാണല്ലോ, എപ്പോഴും ഒന്നാലും ഒരാളെ കണ്ടാൽ വാക്കത്തി എടുക്കുക, വെട്ടാൻ തുടങ്ങുക, അടിക്കാൻ തുടങ്ങുക, അങ്ങനത്തെ പ്രോബ്ലത്തെ കിടക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ സഹോദരങ്ങളെല്ലാവരും ഒന്നാകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മ ആ പ്രാർത്ഥന കേട്ടു. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കുരിശും വരച്ച് ഞാൻ ആ പറമ്പിലെല്ലായിടത്തും പോയി ഉപ്പിട്ടങ്ങ് ഒരു പ്രാവശ്യം തന്ന ഉപ്പ് മൊത്തം ഞാൻ അവിടെ അങ്ങ് ഇട്ടിട്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും കൂടുമായിരുന്നു. അച്ഛൻ കടങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ധ്യാനത്തിലും കൂടിയിട്ട് അങ്ങനെ എനിക്ക് അതിനകത്തും വിടുതൽ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. വസ്തു പോയി അളന്നു. അവർക്ക് ആർക്കോ ഒരാൾക്ക് കുറച്ച് സ്ഥലം കുറവുണ്ടായിരുന്നു. അത് അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ വന്ന് അമ്മയെ കണ്ടുകൊണ്ട് മാത്രം എനിക്ക് സഹിക്കാനുള്ള ഇത് തന്നുകൊണ്ട് ഞാൻ അവർക്ക് എൻ്റെ വസ്തുവിൽ നിന്ന് അളന്നു കൊടുത്തു. 5 സെൻറ്റ് വസ്തു ഞാൻ അവർക്ക് എഴുതി കൊടുത്തു. അതായത് അമ്മയുടെ സന്നിധാനത്തിൽ വന്നു. അല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കുട്ടിയാണ് ഞാൻ. ഭയങ്കര ദേഷ്യവും വെട്ടുന്നേ മുറി 2 അങ്ങനത്തെ സ്വഭാവക്കാരിയാണ്. അമ്മയുടെ സന്നിധാനത്തിൽ വന്നതിന് ശേഷം ദേഷ്യം കുറേയൊക്കെ അങ്ങ് സൈലൻ്റായി. പക്ഷേ വല്ലപ്പോഴുമൊക്കെ മനുഷ്യരല്ലേ, വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അല്ലാതെ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി ചേഞ്ചിങ് വന്നു. അതാണ് എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഗ്രഹം. പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാനുണ്ട്. അത് എൻ്റെ മോളെയും കൊണ്ട് നെക്സ്റ്റ് ടൈമിൽ അവൾ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ വരുമ്പോൾ സാക്ഷ്യം പറയും. അത് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 പത്രങ്ങളെല്ലാം ഉടമ്പടി ടൈമിലും കൊടുക്കും. ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം ബോംബെക്ക് കൊണ്ടുപോയി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷക പ്രവർത്തനം എന്ന് പറയുന്നത് 2 കാലും മുറിഞ്ഞ ആൾക്കാർക്ക് വീൽ ചെയർ കൊടുത്തു. അവർക്ക് വേറെ ഒരാൾക്ക് കക്കൂസി പോകാനായിട്ട് പറ്റാതെ ഇരുന്നവർക്ക് അവർക്കും ചെയർ കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഫുഡ് റെയിൽവേ സ്റ്റേഷനിലും പാവങ്ങൾക്കെല്ലാം ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ ആരെന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കാതെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയത്തില്ല. തുണികളായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. തുണി എന്തായാലും ഞാൻ കൊടുക്കും. ഇപ്പം 32 കുട്ടികളുടെ അനാഥാശ്രമത്തിൽ പോയി അവിടെ പോയി എല്ലാം ചെയ്തിട്ടാണ് വന്നേ. ഓരോരുത്തർ എന്നോട് ഓരോന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണം ഇത് വേണം. ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ ക്രിസ്മസിന് മുമ്പ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അവിടെയും പോകുന്നു. എല്ലാവരെയും ഞാൻ ശുശ്രൂഷിക്കുന്നു. പേഷ്യൻറ്റിനെ ആയാലും ഞാൻ ആക്ച്വലി ഒരു നേഴ്സാണ്. ഞാൻ പേഷ്യൻറ്റിനെ ആയാലും നല്ല രീതിയിൽ നോക്കുകയും എല്ലാം ചെയ്യുകയും എല്ലാ ഹെൽപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാ നന്മകളും തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ മഹത്വം, യേശുവെ ആരാധന. എൻ്റെ പേര് അപർണ, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ പിതാവ് വിക്രമൻ. എൻ്റെ പപ്പയ്ക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെ പറ്റിയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത്. 2022 ഫെബ്രുവരിയിലാണ് പപ്പ ആദ്യമായി ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചവരല്ല. അതുകൊണ്ട് തന്നെ കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് പപ്പയ്ക്ക് ഇവിടെ വരണമെന്ന് തോന്നിയത്. പക്ഷെ വന്ന അന്ന് തന്നെ വർഷങ്ങളായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലുവിലെ മുട്ടുവേദനയും നീരും ഒക്കെ അമ്മമാതാവ് മാറ്റി തന്നു. അപ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടായി, അമ്മ മാതാവിന് നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അടുത്ത മാസം മാർച്ച് 12-ാം തീയതിയാണ് പപ്പ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതെല്ലാം പപ്പ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അമ്മ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണമെന്ന്. അതെനിക്കൊരു അത്ഭുതം പോലെ തോന്നി. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ 23-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് പപ്പയ്ക്ക് നാവിൽ പല്ലുരഞ്ഞിട്ടൊരു വേദന ഉണ്ടായി. ആ വേദന ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനത് എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു. അങ്ങനെ ആ വേദനയുടെ പറ്റി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു. പക്ഷേ ആ വേദന കൂടിക്കൊണ്ടിരുന്നു. ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴേക്ക് കീഴ്ത്താടിയിലൊരു സിസ്റ്റ് രൂപപ്പെടുകയുണ്ടായി.
അങ്ങനെ ആ ആഴ്ചയിലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി, കീഴ്ത്താടിയിൽ സിസ്റ്റുള്ള, വലതുവശത്ത് കീഴ്ത്താടിയിൽ സിസ്റ്റുള്ള ഒരു മകനെ കാണുന്നുണ്ട്. അത് ക്യാൻസറിൻ്റെയോ തൈറോയിഡിൻ്റെയോ ഭാഗമാണ്, പക്ഷേ അത് കർത്താവ് സുഖപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. ആ ആഴ്ച തന്നെ പപ്പ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ വേദന വീണ്ടും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി ദന്തൽ കോളേജിൽ കാണിച്ചു. അവിടെ ചെന്നപ്പോഴേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, RCCയിലേക്ക് റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ജൂനിയർ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു ക്യാൻസർ ആണ്, 4th സ്റ്റേജിലാണ് ഉള്ളത് എന്നും പറഞ്ഞു. സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ കാണാൻ കയറിയപ്പോഴേക്ക് ഞാൻ മാതാവിനോട് കരഞ്ഞ് അപേക്ഷിക്കുമായിരുന്നു. അപ്പം മാതാവ് എനിക്ക് പാസ് എന്നൊരു വാക്കാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ പരീക്ഷ നമ്മൾ പാസ്സാവും, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഡോക്ടേഴ്സ് ഒന്നും പോസിറ്റീവായിട്ട് ഒരു റിപ്ലൈയും തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വരുന്നത്. ഉടനെ തന്നെ റേഡിയേഷൻ ഭാഗത്തിലേക്ക് വരണമെന്നും അവിടെ ഡോക്ടർ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർ പെട്ടെന്ന് തന്നെ മരുന്നുകൾ, വേദനയുടെ മരുന്നുകളെല്ലാം എഴുതി തന്നു. പെട്ടെന്ന് തന്നെ ബയോപ്സി എടുക്കാനുള്ള പേപ്പറെല്ലാം റെഡിയാക്കി. അന്ന് തന്നെ ഞങ്ങൾക്ക് ബയോപ്സി എടുക്കാനായി. അച്ഛൻ പ്രാർത്ഥനയിൽ പറയാറുണ്ട് ഉടമ്പടിയുടെ സമയ ചുരുക്കത്തെ പറ്റി. അപ്പം ഞങ്ങളത് ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കുകയായിരുന്നു. 16 ദിവസം കൊണ്ട് വരേണ്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് വെറും 5 ദിവസം കൊണ്ട് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് വേഗം തന്നെ കിട്ടി. അതിൽ 4th സ്റ്റേജ് ക്യാൻസർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം തന്നെ കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബോഡി വളരെയധികം വീക്കായി. മരുന്നിനോടൊന്നും ഒരു റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടെ അവിടെ അഡ്മിറ്റായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ എപ്പോഴും മനസ്സിൽ മാതാവ് നമ്മളെ രക്ഷിക്കും, അച്ഛൻ പറഞ്ഞൊരു വാക്കും എനിക്ക് തന്ന അടയാളവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തളരാതെ പിടിച്ചിരിക്കുകയായിരുന്നു, ഇത് നമുക്ക് മാറ്റിത്തരും, കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത മാസം വീണ്ടും അഡ്മിറ്റായി കീമോതെറാപ്പി ചെയ്തു. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. സിസ്റ്റ് പൊട്ടി വെള്ളം വരാനൊക്കെ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നുകളോട് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഒരു 3 മാസത്തെ ലൈഫ് സ്പാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത് കേട്ടിട്ടും നമ്മൾ ധൈര്യത്തോടെ പിടിച്ചു നിന്നു. 3 മാസം ഡോക്ടർക്ക് പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ മാതാവാണ് പറയുന്നത് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന്. അപ്പോൾ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ രക്ഷയുള്ളൂ. പക്ഷേ അതിന് സാമ്പത്തികമായി നല്ല ചിലവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് അന്നേരം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയമാണ്. അത്രയും വലിയൊരു തുകയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. പക്ഷേ അതിനുള്ളൊരു സാമ്പത്തികം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ വളരെ വിഷമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷെ മാതാവ് എൻ്റെ അടുത്ത് ഉള്ളിയിരുന്ന് പറഞ്ഞു നീ ഇതിന് സമ്മതിക്ക്, ഇത് ഒരു രക്ഷയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനോട് ഇത് സമ്മതിച്ചു. ഞങ്ങൾ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം കൊണ്ട് നമുക്ക് അത് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു മുടക്കവും ഇല്ലാതെ മാതാവ് പലരിൽ നിന്നായി നമുക്ക് അതിനു വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തി തന്നു. ഒരുപാട് പേര് നമ്മളെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് തേടി വന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പപ്പ എന്നും തൈലം പുരട്ടി അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. നാവിലും സിസ്റ്റിലും എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതിനുള്ളൊരു ബലം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ എന്നും ഉപ്പുവെള്ളം വായിൽ കൊള്ളും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സർജനെ കണ്ടപ്പോൾ ഇപ്പോൾ സർജറി ചെയ്യാനുള്ള അവസ്ഥയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അത്രയും നാൾ പിന്നെയും വീണ്ടും കാത്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ പിന്നെയും വിഷമത്തോടെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഫോണിൽ 8 എന്നൊരു അക്കം പെട്ടെന്ന് തെളിഞ്ഞു വന്നു. അപ്പം മാതാവ് ഇതൊരു അടയാളമായിട്ട് ഞങ്ങൾക്ക് തന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു, ഈ മാസം ജൂലൈ മാസം 8-ാം തീയതിയാണ് നിങ്ങൾക്ക് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് അഡ്മിറ്റായി. സർജറിയും ഒരു മേജർ സർജറി ആയിരുന്നു. പക്ഷേ മാതാവും ഈശോയും കാരുണ്യത്താൽ
ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അത് നടന്നു കിട്ടി. അടുത്ത മാസം 8-ാം തീയതി തന്നെ ഞങ്ങൾക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. എല്ലാം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓരോ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറുന്നത്. അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാവരും പറഞ്ഞൊരു അവസ്ഥയിൽ നിന്നും മാതാവ് ഞങ്ങളെ ഒരുപാട് രക്ഷിച്ചാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരനുഭവമാണ് അതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. മാതാവ് എന്തിനാണ് എന്നോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് പിന്നെയാണ് എനിക്ക് ബോധ്യം ഉണ്ടായത്. കാരണം പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരും, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനൊന്നും കഴിയില്ല, നീ വേണം അത് ചെയ്യാൻ എന്ന് മാതാവ് എന്നോട് വന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി ഉടമ്പടിയുടെ ശക്തിയിൽ പൂർണ്ണമായും ഞങ്ങൾക്ക് മറികടക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി വേറെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 വർഷത്തോളമായിട്ട് എനിക്കൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ അതിന് ചൊറിച്ചിലും വേദനയും ഒക്കെ വരും. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മാറി ചെയ്തു. പക്ഷേ ഒരു ഫലവും കണ്ടില്ല. ഉടമ്പടി എടുത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് പൂർണ്ണമായും അതിൽ മുക്തി ഉണ്ടായത്. ഇപ്പോൾ ഒരു പാട് പോലും ദേഹത്തില്ല. അത് മാതാവ് എനിക്ക് സുഖപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക കടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തും അതിന് മുന്നേയും ഒക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ട്രീറ്റ്മെൻറ്റിന് ഒരു മുടക്കവും വന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് സാമ്പത്തിക കടങ്ങൾ ഞങ്ങളറിയാതെ തന്നെ ദൈവം പരിഹരിച്ചു തന്നു. ഭൂരിഭാഗം അത് കർത്താവും മാതാവും ചേർന്നാണ് ഞങ്ങൾക്ക് മാറ്റിത്തന്നത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. മാതാവിനും ഈശ്വരനും ജോസഫസിനും പുറകാനുകൂടി നന്ദി പറയുന്നു. വീണ്ടും ഈ അവസരത്തിൽ വന്ന് നിൽക്കുവാൻ സഹായിച്ച എല്ലാത്തിനും നന്ദി. ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞാണ് ഫെബ്രുവരി മാസത്തിൽ 2022. അത് വർഷങ്ങളായ എൻ്റെ ചികിത്സ മകൾ പറഞ്ഞതുപോലെ മുത്തന് വേദനയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നത്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. 12ാമത്തെ ഉടമ്പടി പുതുക്കിയതാണ്. പിന്നെ ഉടമ്പടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ അസുഖങ്ങളല്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. ജോസഫച്ചൻ ഒരുപാട് എന്നെ ഇതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനയിൽ കൂടി എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ ഉറച്ചിരുന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയ അസുഖമായി ആരും കരുതരുത്. വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം. ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഇവിടുത്തെ ദേവാലയത്തിന് പോകാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പപ്പ പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന അസുഖത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ആരും പേടിക്കണ്ട, മാതാവും ഈശോയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മറികടക്കാൻ സാധിക്കും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ ഞങ്ങൾ RCCയിൽ പോകുമ്പോഴായാലും പിന്നെ പപ്പയും ഞാനും ഒന്നിച്ചും അല്ലാതെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരും ഒരു സന്തോഷത്തോടെ പറയും, ഞങ്ങൾക്ക് ഇത് അസുഖം ഭേദമായാൽ ഞങ്ങളും അവിടെ പോയി ഉടമ്പടി എടുക്കും എന്ന് ഞങ്ങളോട് പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കൊണ്ടു കൊടുക്കും, ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്താണ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോയത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കും. മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അനൂപ് സ്കറിയ. ഞാൻ കോട്ടയം ജില്ലയിലെ താഴ്ത്തുവടകര ലൂർദുമാതാർ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 12-ാം തീയതിയാണ്. ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത് കൃപാസനം പത്രം ലഭിച്ചതിലൂടെയാണ്. അമ്മ മാതാവിൻ്റെ ഇങ്ങോട്ടുള്ള ഒരു ക്ഷണനമായിരുന്നു വിശുദ്ധ പത്രം എന്ന് പറയുന്നത്. അതിലൂടെ ഉടമ്പടി ജീവിതം നയിക്കണമെന്ന ഒരു ചിന്തയുണ്ടായി. പിന്നീട്
ഇൻസ്റ്റഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിലൂടെ അമ്മ മാതാവിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വളരെയധികം ആളുകൾ പങ്കുവെക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കാണാനിടയായി. അങ്ങനെ ഓരോ ദിവസവും അമ്മ മാതാവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു ജനപ്രവാഹം എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ്. അത്രയധികം അമ്മ മാതാവിലെ വിശ്വാസം അർപ്പിച്ചാണ് ഓരോ മക്കളും കടന്നു വരുന്നത്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് അമ്മ മാതാവിലൂടെ ലഭിച്ച അനേകം അനുഗ്രഹങ്ങളുണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഡ്രൈവിങ്ങിൽ വലിയ പ്രാവീണ്യമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ പപ്പായുമൊത്ത് ഞാൻ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാർ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ആ സമയത്ത് എപ്പോഴും ഞാൻ കാറിൽ പഠിക്കുവാനായിട്ട് കയറുന്ന സമയത്ത് വിശുദ്ധ കാശുരൂപവും അതുപോലെ കാറിനുള്ളിൽ വെഞ്ചരിച്ച അമ്മ മാതാവിൻ്റെ രൂപവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതൊരു കുഴിക്ക് നേരെ വലിയൊരു ആഴമുള്ള ഒരു കയ്യാലക്കുഴിയാണ്. അതിലേക്ക് എൻ്റെ കയ്യിൽ നിന്നും നിയന്ത്രണം വിട്ട് ആ കാറ് അതിലേക്ക് മറിയുവാനായിട്ട് പോയി. മറിയുവാണെങ്കിൽ നല്ല ഒന്നുകിൽ ജീവാപായം അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കേണ്ട ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നും അമ്മ മാതാവ് പെട്ടെന്ന്, ഞാൻ ആ രൂപത്തിൽ നോക്കി അമ്മ മാതാവ് എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ആ ഒരിക്കലും അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പറ്റില്ല. അതുപോലെ വീടിലായിരുന്നു എൻ്റെ ആക്സിലേറ്റർ എല്ലാം ഞാൻ മാക്സിമം ബ്രേക്ക് ആവുന്ന ചവിട്ടി, ആക്സിലേറ്ററൊക്കെ മാക്സിമം ചവിട്ടി പെട്ടെന്ന് ആ കുഴിയിലേക്ക് പതിക്കേണ്ട അത് ആ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെറിയൊരു മരത്തിൽ തടഞ്ഞു നിർത്തി. അല്ലെങ്കിൽ ഒരിക്കലും ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാനായിട്ട് പോലുമുള്ള അവസരം എനിക്ക് ലഭിക്കുകയില്ലായിരുന്നു. അതുപോലെ വലിയൊരു കാറിനാണെങ്കിൽ പോലും നിസ്സാരമായ പരിക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു അപകടത്തിൽ നിന്നും അമ്മ മാതാവ് രക്ഷിച്ചു. എൻ്റെ അടുത്തതായുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അതാണ്, ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിച്ച് അതിൻ്റെ ഫലമായിട്ട് ഒരു എക്സാം എഴുതണം, CPC സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. ആ എക്സാം എഴുതണമെങ്കിൽ USA നടത്തുന്ന ഒരു എക്സാമാണ്. അത് വളരെയധികം ചിലവേറിയ ഒരു എക്സാമാണ്. 78,000-ലധികം രൂപ ചിലവഴിക്കുന്ന ആ ഒരു എക്സാമിന് ആകെ 2 ചാൻസ് മാത്രമേ ഉള്ളൂ. ഏകദേശം 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 70% മാർക്ക് ലഭിച്ചാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അതിൽ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഏകദേശം 24 മോക്ക് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു മോക്ക് എക്സാമിൽ പോലും ഞാൻ ഇന്ന് വരെയും പാസ്സായിട്ടില്ല. അത്രയധികം ടഫായിരുന്നു എന്നെ സംബന്ധിച്ച ആ എക്സാം. ആദ്യമായിട്ട് ഞാൻ 1ാമത്തെ ഘട്ടം എക്സാം എഴുതാനായിട്ട് ഒക്ടോബർ 8-ാം തീയതി ഡേറ്റ് എടുത്ത് ഇവിടെ വന്ന അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയത്തും എനിക്ക് അത്ര ഒരു വിശ്വാസമോ പാസ്സാകുമോ ഇല്ലയോ ഉള്ള വലിയൊരു ആശങ്കയായിരുന്നു. എന്നാൽ ഞാൻ ഉടമ്പടി അപ്പോഴും പുതുക്കിയിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി എക്സാം എഴുതി. പക്ഷേ ഞാൻ ആ എക്സാമിൽ ഫെയിൽ ആവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ആ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വളരെയധികം ആശങ്കയായിരുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായ ഒരു എക്സാമാണ്, എനിക്ക് മറ്റൊരു മാർഗ്ഗവുമില്ല. ഈ എക്സാം പാസ്സായാൽ മാത്രമേ എനിക്ക് നല്ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുകയുള്ളൂ എന്നും എനിക്ക് അറിയാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വീണ്ടും ഈ ഡിസംബർ 1-ാം തീയതി കൃപാസനത്തിൽ വന്ന് എൻ്റെ 5ാം തവണ ഉടമ്പടി പുതുക്കുകയാണ് ഞാൻ ചെയ്തത്. 5ാമത്തെ ആ തവണ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി പുതുക്കിയതിന് ശേഷവും എൻ്റെ മനസ്സിൽ വളരെയധികം വിഷമങ്ങളായിരുന്നു. കാരണം ഈ എക്സാം പാസ്സായില്ലെങ്കിൽ എൻ്റെ ആ ക്യാഷാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ ഡിസംബർ കൊണ്ട് അവരുടെ ആ എക്സാമിൻ്റെ സിലബസുകളെല്ലാം മാറി അടുത്ത എക്സാം ജനുവരിയിലേ ഉള്ളൂ. വീണ്ടും അതിന് നമ്മൾ ആദ്യം മുതൽ വീണ്ടും ഇത്രയും എമൗണ്ട് അടയ്ക്കണം. അതുപോലെ ആ ഇത്രയും ക്യാഷ് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്താണ് അടച്ചത്. അപ്പം വീണ്ടും ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. വീണ്ടും ഇത് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എഴുതുക, എൻ്റെ ചാൻസുകളെല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് തന്നെ. കാരണം ഇതുപോലെ ഒരു മോക്ക് എക്സാം പാസ്സാകാത്ത ഒരു വ്യക്തി ഒരിക്കലും ഫൈനൽ എക്സാം പാസ്സാവില്ല. അതും അമേരിക്കൻ അസോസിയേഷൻ്റെ ഒരു എക്സാമാണ്. അപ്പോൾ അതുപോലെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഡിസംബർ 5-ാം തീയതി 2ാമത്തെ ഡേറ്റും അതുപോലെ എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റിനും ഞാൻ ഡേറ്റ് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം
പത്രം ഇവിടുന്ന് മേടിച്ച് അതിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി ആ പത്രങ്ങളൊക്കെ കൊടുക്കുകയും എല്ലാവരോടും അമ്മമാരോടും പ്രായമുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്ത് ഞാൻ പ്രത്യേകം എനിക്കായിട്ട് പ്രാർത്ഥന അപേക്ഷയൊക്കെ പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് എക്സാം എഴുതാൻ പോയി. ആ സമയത്തും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ട്രെയിനിലിരിക്കുന്ന സമയത്തും എല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഓരോ നിമിഷവും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്ക് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട്, അല്ലെ എൻ്റെ റിസൾട്ട് ആദ്യം എൻ്റെ വീട്ടുകാരോ അല്ലെ എൻ്റെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ആരും അറിയില്ല, എനിക്ക് എൻ്റെ റിസൾട്ട് നീ എന്നെ പാസ്സാക്കി തരുവാണെങ്കിൽ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്ന് അമ്മ മാതാവിനോടായിരിക്കും ആദ്യം പറയുന്നത് എന്ന് ഞാൻ അന്ന് ഉറച്ചെടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5-ാം തീയതി എക്സാം എഴുതി. അതിനു മുമ്പ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് പല തവണ എഴുതിയിട്ട് എല്ലാവരും ഫെയിലാകുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റ് മുന്നോട്ട് നീട്ടി വെക്കുകയാണ്. ഒരിക്കലും ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ട് എഴുതിയാൽ മതി, അല്ലാതെ ഒരിക്കലും ഞാൻ പാസ്സാകില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അതിൻ്റെ ഫലമായിട്ട് എന്താണേലും ഡേറ്റ് എടുക്കാം, എന്തേലും ആകട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ അപ്പോഴും ഞാൻ മാതാവിനെ എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഓർത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി 5-ാമത്തെ ഉടമ്പടിയോടുകൂടിയാണ് എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5-ാം തീയതി ഡേറ്റ് എടുത്ത എക്സാം എഴുതിയിട്ടും ആ സമയത്തും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാരണം 1-ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് 70% മാർക്ക് ലഭിച്ചില്ല. അത് ഒരുവിധം എളുപ്പമായിരുന്ന എക്സാം ആയിട്ട് പോലും എനിക്കത് മാർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഈ 2-ാമത്തേന്ന് പറഞ്ഞാൽ വളരെയധികം കഠിനമായിരുന്നു. ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ പാസ്സാകില്ല എന്ന് ഞാൻ 100% ഉറപ്പോടെയാണ് പറയുന്നത്. അതുപോലെ ഞാൻ പാസ്സാകില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞിട്ടും ആ 100 ക്വസ്റ്റ്യനിലൂടെയും എല്ലാവരും 4 മണിക്കൂറിന് ഒരു 15 മിനിറ്റോളം ലാസ്റ്റ് റീചെക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. ആ സമയത്തും എല്ലാവരും റീചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മൗസ് എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ വിശുദ്ധ കാശിരൂപത്തിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കാശിരൂപത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഇത് ശരിയാണോ എനിക്കറിയില്ല. അത്രയേറെ ഞാൻ വേദനയോടെ ആ ഒരു എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഇന്നലെ എക്സാം എഴുതി, ഇന്ന് രാവിലെ 3:30-ക്കാണ് റിസൾട്ട് വരുന്നത്. ആ സമയത്തും 5:30-ക്ക് പോലും ഇന്നലെ വന്ന ക്ഷീണത്തിലും വളരെ എക്സാമിൻ്റെ ടെൻഷനിലുമെല്ലാം ഞാൻ ഉറങ്ങിപ്പോയി. ഏകദേശം 6 മണിയായപ്പോൾ എണീറ്റപ്പോഴാണ് അയ്യോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ എന്ന് വെഞ്ചരിച്ച രൂപത്തിന് മുൻപിൽ തിരികൾ കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞാൻ ഫോൺ തുറന്നില്ല. അപ്പോൾ ഏകദേശം മെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് തുറന്നു നോക്കിയില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് തന്നെയുള്ള ഒരു ഉറപ്പായിരുന്നു എനിക്ക്. കാരണം എന്തേലും ഒരു കാരണവശാൽ അമ്മ മാതാവ് തന്ന റിസൾട്ട് അമ്മ മാതാവ് പാസ്സാക്കാതല്ലാതെ ഒരിക്കലും ഞാൻ പാസ്സാകില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ആ തിരി ഊതാതെ തന്നെ ഞാൻ ആ കാശിരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ ഫോൺ തുറന്ന് നോക്കിയിട്ട് ഞാൻ ഫെയിലാകുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഫോൺ ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിൽ ഞാൻ നോക്കിയപ്പം പാസ്സെന്ന് കിടക്കുന്നു. എൻ്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഇത് ഞാൻ തന്നെ എൻ്റെ റിസൾട്ടാണോ, ഞാൻ വീണ്ടും ഇങ്ങനെ എൻ്റെ കണ്ണുകളുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും നോക്കിയപ്പം ഞാൻ പാസ്സായി. എനിക്ക് 70 മാർക്കാണ് പാസ്സാകാനായിട്ട് വേണ്ടത്. എനിക്ക് കൃത്യം 70 മാർക്കുണ്ട്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അല്ലാതെ ഒരിക്കലും അത് കിട്ടത്തില്ല. ഒരിക്കലും ഞാൻ 70 മാർക്കിനുള്ള എഴുതിയിട്ടില്ല. അമ്മ മാതാവാണ് എനിക്ക് ആ മാർക്ക് തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അൾത്താരെ വന്നിട്ട് ആരോടും, എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞിട്ടില്ല, ജയിച്ച കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം അമ്മ മാതാവാണ്, അമ്മ തന്ന അനുഗ്രഹമാണ്. അതിന് അമ്മയോട് മാത്രമാണ് ആദ്യം നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയായിരുന്നു. അതിനായിട്ട് ഒത്തിരിയേറെ നന്ദി
അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഇനിയുള്ള ആത്മീയ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ എല്ലാ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഉടമ്പടി ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ വ്യർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ശമ്പളമോ വരുമാനമോ ഇല്ലെങ്കിൽ പോലും എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ പലരെയും സഹായിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ദേവാലയത്തിലെയും ചുറ്റുപാടുള്ള ആളുകളുടെയൊക്കെ എന്ത് സഹായം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഞാൻ ഓടി ചെല്ലാറുണ്ട്. എല്ലാവരെയും രോഗികളാർക്കുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം അവർക്ക് ലേപനം ചെയ്ത് കൊടുക്കുകയും കുറേ ആളുകൾക്ക് പറഞ്ഞു ഇവിടെ വരാനായിട്ട് സാധിക്കാത്ത ഒത്തിരിയേറെ പ്രായമായ വ്യക്തികളുണ്ട്. അവരൊക്കെ പറഞ്ഞു വിശുദ്ധ കാശുരൂപം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം കൊടുത്ത് കൂടുതൽ ആളുകളെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ വിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ കൂടുതൽ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും ആശിസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇവയൊക്കെയാണ്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം മാറ്റം വന്നു. ഈ ഉടമ്പടി ജീവിതം ഇനിയും എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടിയിൽ എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകും. എല്ലാം ഈ ഉടമ്പടി പ്രകാരം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുകയും എല്ലാ ദിവസങ്ങളിലും അമ്മ മാതാവിൻ്റെ ആ ഒരു മുഖം ദർശിക്കാതെ എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോവുകയുമില്ല. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട്